ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് നമ്മുടെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിനും അതുപോലെ തന്നെ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റിനെയും കുറിച്ചാണ്. അപ്പോൾ കുറേ പേരൊന്നും ഇപ്പോഴും ആക്ച്വലി ഈ സംഭവങ്ങളൊന്നും ചെയ്യുന്നില്ല. അതായത് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റോ സംഭവങ്ങളൊന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്കായിരിക്കും ഇപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ സെൻട്രൽ ഗവൺമെന്റും അതുപോലെ തന്നെ RBI ഒക്കെ കൂടിയിട്ട് ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ടാക്സ് കൂട്ടിയത് നിങ്ങൾ കണ്ടായിരിക്കും. നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ കിട്ടിയപ്പോൾ ടാക്സ് കൂട്ടിയത് കണ്ടായിരിക്കും. അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയോ? അത് ആക്ച്വലി കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ അതായത് മെജോറിറ്റി ആൾക്കാരും ബാങ്കിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾക്കറിയാം, ബാങ്കിൽ നമുക്ക് ഇതുപോലെ ഇൻവെസ്റ്റ്മെന്റ് സംഭവം ഉണ്ട്. അതായത് മെയിനായിട്ട് എഫ് ഡി ഇൻവെസ്റ്റ്മെന്റ് ഭയങ്കരമായിട്ട് കുത്തനെ കുറഞ്ഞു. എല്ലാവരും മ്യൂച്വൽ ഫണ്ടും അതുപോലെ തന്നെ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റും അതൊക്കെ കൂടിയിട്ടാണ് ഇപ്പോൾ ഭയങ്കരമായിട്ട് കൂടുകയായിരുന്നു. എന്ന് വെച്ചാൽ നല്ല റിട്ടേൺ കിട്ടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മുടെ ഇന്ത്യൻ കമ്പനീസ് ഒക്കെ നല്ലോണം വളരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല റിട്ടേണും സംഭവം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബാങ്കിലേക്കുള്ള FD ഇൻവെസ്റ്റ്മെന്റ് ഭയങ്കരമായിട്ട് കുറഞ്ഞു. അപ്പോൾ ബാങ്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? അവരെ കിട്ടുന്ന FD ലോണായിട്ട് കൊടുത്തിട്ടാണ് അവർ മേജറായിട്ട് ഇൻകം ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കുറഞ്ഞപ്പോൾ ആക്ച്വലി ബാങ്കുകൾക്കൊക്കെ പണി കിട്ടി തുടങ്ങി. അപ്പോൾ RBI ആക്ച്വലി സെൻട്രൽ ബാങ്കിനോട് കംപ്ലൈന്റ് പറഞ്ഞു. അപ്പോൾ അതൊക്കെ അവർ ചർച്ച ചെയ്തിട്ടാണ് ആക്ച്വലി ഇങ്ങനെ ഒരു പരിപാടി ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ ക്യാപിറ്റൽ ഗെയിൻ കൂടുമ്പോൾ കുറേ പേര് അതിൽ നിന്ന് പിന്മാറി തുടങ്ങുമല്ലോ. അപ്പോൾ അതാണ് മെയിൻ ഇതിൻ്റെ ഒരു അജണ്ട. അപ്പോൾ ഇത് ഫുൾ ടൈം ഇനിയിപ്പോൾ ഈ കാലം മുഴുവനും ഇതുപോലെ ക്യാപിറ്റൽ ഗെയിൻ ഇതേപോലെ കൂടി നിൽക്കുന്നൊന്നും പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഭാവിയിൽ ഇതുപോലെ കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് കുറയ്ക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് വൺ ഓഫ് ദി ബെസ്റ്റ് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ പറയുള്ളൂ. ഞാൻ ആക്ച്വലി ഇപ്പോൾ ചെയ്യുന്നത് മെയിനായിട്ട് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ആണ്. പക്ഷേ ഞാൻ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റും ചെയ്യുന്നുണ്ട്. ലോങ് ടേമിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യൻ കമ്പനീസ് നമ്മുടെ നല്ല കയറ്റം ചെയ്യുന്നത് വെച്ചാൽ, ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ, ഒരു 10 കൊല്ലം ഒരു 12 കൊല്ലം മുമ്പ് മാരുതി സുസുക്കിയുടെ റേറ്റ് 700 രൂപ 600 രൂപ റേഞ്ച് ആയിരുന്നു. ഇപ്പം 11,000 രൂപയാണ്. അതിൻ്റെ ഒരു 1000 സ്റ്റോക്ക് അന്നുള്ളവരുടെ വാല്യൂ ഇപ്പം എത്രയെന്ന് ആലോചിക്കുക. അത് ഒരു ഡിഫറെൻറ്റ്. അത് മാത്രമല്ല, നമ്മൾ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡിവിഡൻഡ് കിട്ടും. എല്ലാ കൊല്ലവും നമുക്ക് ഡിവിഡൻഡ് കിട്ടും. ഇപ്പം എനിക്ക് തന്നെ ഇപ്പോൾ റീസെൻ്റ്ലി ഇന്ത്യൻ ഓയിലിൻ്റെ ഡിവിഡൻഡ് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ IRFC ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. IRFCയുടെ ഡിവിഡൻഡ് വരും. അതും ഒരു എക്സ്ട്രാ സൈഡ് ഇൻകാണ്. അതുപോലെ തന്നെ നമുക്ക് ആക്ച്വലി മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് നല്ലൊരു കാപ്പബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ട് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് തന്നെ മന്ത്ലി വിഡ്രോ ചെയ്യാം. നിങ്ങൾക്കറിയാം, സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ എന്നൊരു സംഭവം ഉണ്ട്. അത് വേണമെങ്കിൽ തന്നെ നമുക്ക് റിട്ടയർ ചെയ്തിട്ട് അതിൽ നിന്ന് തന്നെ ഇൻകം ഉണ്ടാക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ അങ്ങനെ കുറേ മെച്ചം നമുക്ക് ഈ സാധനം കൊണ്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും ഭാവിയിൽ ഫ്യൂച്ചറിൽ ഇപ്പോൾ ഭയങ്കര പൈസ വരുന്ന ആവശ്യങ്ങൾ, അതായത് വീട് വെക്കാനുണ്ടോ, കാർ വാങ്ങിക്കാനുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ കിഡ്സുകളുടെ സ്റ്റഡീസ്, എഡ്യൂക്കേഷൻ സംഭവങ്ങളൊക്കെ, അതിനൊക്കെ നമുക്ക് ആക്ച്വലി ഈ സാധനം കൊണ്ട് സ്പോൺസർ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഇതുപോലെ ലോങ് ടേമിനൊക്കെ ഇപ്പോൾ എക്സാമ്പിളായിട്ടൊരു നമ്മളിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് 100 രൂപയുടെ ഒരു സ്റ്റോക്ക് നമ്മളിപ്പോൾ വാങ്ങിച്ചിരിക്കുക. 10 കൊല്ലം കഴിഞ്ഞ് ചിലപ്പോൾ ആ സ്റ്റോക്ക് ചിലപ്പോൾ ഒരു 10,000 രൂപ, ചിലപ്പോൾ 10,000 പോട്ടെ, ഒരു 500 രൂപ അല്ലെങ്കിൽ 1000 രൂപയും വിചാരിക്കുക. അപ്പോൾ എത്ര നമുക്ക് അതിന് റിട്ടേൺ കിട്ടും? അപ്പോൾ ആ റിട്ടേൺ കൊണ്ട് നമുക്ക് ആക്ച്വലി ഇതുപോലെ ഇങ്ങനത്തെ വലിയ നമ്മുടെ ഫ്യൂച്ചർ പർപ്പസുകളൊക്കെ നമുക്ക് വേണമെങ്കിൽ സ്പോൺസർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു വൺ ഓഫ് ദി മെയിൻ ഹൈലൈറ്റ്സ് ആണ് തന്നെ ഈ സാധനത്തിൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആക്ച്വലി ഞാൻ എല്ലാ ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ട്, സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ട്, ക്രിപ്റ്റോ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. ക്രിപ്റ്റോ നമ്മൾ പറയുമ്പോൾ അത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് അംഗീകരിച്ച കുറച്ച് ആപ്പുകളുണ്ട്. അതിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ബിനാൻസിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും, ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ആവും. പിന്നെ നമ്മൾ FD ചെയ്യുന്നുണ്ട്, ഡിജിറ്റൽ ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. അതങ്ങനെ നമ്മൾ അതുപോലെ തന്നെ ഇപ്പോൾ എന്താ പറയുക RFI, അതായത് നമ്മുടെ എന്താ പറയുക റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മൾട്ടിപ്പിൾ നമ്മൾ എന്താ പറയുക US സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഡൈവേഴ്സിഫൈ ചെയ്ത് വെച്ചൊക്കെയാണ്. അപ്പോൾ ഏതെങ്കിലും സാധനം ഡൗൺ ആയി കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഇൻവെസ്റ്റ്മെന്റ് ഡൈവേഴ്സിഫൈ ചെയ്യുന്ന വെക്കണം എന്ന് പറയുന്നത്. അപ്പോൾ FD മാത്രം ഇട്ടവർക്ക് നിങ്ങൾക്കറിയാം FD എത്ര മാക്സിമം ഇൻട്രസ്റ്റ് കിട്ടും. ഇപ്പോൾ തന്നെ നമുക്ക് സ്മോൾ ഫിനാൻസ് ബാങ്കിലൊക്കെ 8.75 നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ആക്ച്വലി ഇപ്പോൾ എൻ്റെ FD കിട്ടുന്നത് സ്മോൾ ഫിനാൻസ് ബാങ്കിലാണ്. അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും മാക്സിമം 8.5. ഇത് പക്ഷേ ഫിക്സഡ് ഒന്നുമല്ല, അത് എപ്പോൾ വേണമെങ്കിൽ കുറയ്ക്കും. പ്രൊമോഷണൽ ആയിട്ടൊക്കെ അവർ കൂട്ടിയിട്ട് പോയിട്ട് ഇട്ടൊക്കെയാണ്. ഇപ്പം നോർമൽ ബാങ്കിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 6.7 അല്ലെങ്കിൽ 6.9, 7 മാക്സിമം ഉപയോഗിച്ച് കഴിഞ്ഞാൽ 7 ഒക്കെ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അതിന് പകരം നമുക്ക് ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിൽ അല്ലെങ്കിൽ സ്റ്റോക്കിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ 15, 20 ഒക്കെ കിട്ടാം. അപ്പോൾ അത് നല്ല അത് തിരിച്ചു കിട്ടണം നമുക്കല്ലേ. അപ്പോൾ നമുക്ക് റിട്ടേണിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് എന്താ പറയുക, അത് നോക്കിയിട്ട് ചെയ്യുന്ന സംഭവം തന്നെയാണ്. ഇപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് റിസർച്ച് സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് വേണം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ. അപ്പോഴും അത് നമ്മൾ എടുത്ത് പറഞ്ഞോട്ടെ, എഡ്യൂക്കേഷൻ പർപ്പസ് ആയിക്കോട്ടെ. നമ്മളിങ്ങനെ പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡു യുവർ ഓൺ റിസർച്ച് ആൻഡ് ദെൻ ഇൻവെസ്റ്റ് ആണ് നമ്മളെപ്പോഴും പറയുക. അതാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്, എല്ലാ പ്രൊഫഷണൽസും. അതുപോലെ തന്നെ സെബി അടക്കം പറയുന്നത് അങ്ങനെയാണ്. നമ്മളൊരു സാധനം എന്താ പറയുക റെക്കമെൻഡ് ചെയ്യാനോ സംഭവമൊന്നും പറയില്ല. എന്ന് വെച്ചാൽ ഞാൻ ആക്ച്വലി സെബി രജിസ്റ്റേർഡ് അല്ല. നമ്മൾ പ്രൊഫഷണൽ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസർ ഒന്നല്ല. ഞാൻ ആക്ച്വലി നിങ്ങൾക്കായിരിക്കും, ഞാൻ ആക്ച്വലി ഈ സെഗ്മെന്റ് അല്ലെങ്കിൽ ഈ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ തന്നെ നമ്മൾ നിങ്ങൾ ഓൾറെഡി എൻ്റെ മുമ്പ് കണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ആക്ച്വലി ഞാനിപ്പോൾ ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ നമുക്കിപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ ഈ കൊല്ലത്തിൽ തന്നെ നമുക്കിപ്പോൾ കൊറോണത്തിൻ്റെ ഡിവിഡൻഡ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ആക്ച്വലി വേണമെങ്കിൽ സൈഡിംഗ് ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ഈ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് നമുക്ക് ഭാവിയിൽ സൈഡിംഗ് ആയിട്ട് ഉപയോഗിക്കാനും പറ്റും. അങ്ങനെ കുറച്ച് ബെനിഫിറ്റ് ഒക്കെ ഉണ്ട് ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെയും അതുപോലെ തന്നെ സ്റ്റോക്കിൻ്റെ ആയിക്കോട്ടെ.
അപ്പോൾ ഇപ്പോൾ ട്രേഡിങ്ങിൻ്റെ എക്സാമ്പിൾ തന്നെ ഇപ്പോൾ ഒരു ഷോർട്ട് ടൈം ട്രേഡിങ്ങിനൊക്കെ നമുക്ക് ആക്ച്വലി ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങൾ ഇന്നിപ്പോൾ ഒരു ഞാൻ എക്സാമ്പിൾ പറയാം. അപ്പോൾ ഇന്നൊരു നമ്മൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഇപ്പോൾ ഞാൻ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഇപ്പോൾ റീസെൻ്റ്ലി കുറച്ച് കാലത്തേക്ക് കുറച്ച് സ്റ്റോക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ വാങ്ങിക്കുമ്പോൾ അതിന് 900 സംതിങ് ആയിരുന്നു. ഇപ്പോൾ അത് നോക്കിയപ്പോൾ ഒരു 1300 ആ റേഞ്ചിലൊക്കെ എത്തിയിരുന്നു. അപ്പോൾ നോക്കാറില്ല ഇപ്പം അങ്ങനെ. അപ്പോൾ നമുക്കത് ഈ ഒരു റേഞ്ച് ഡിഫറൻസ് വന്നേക്കുന്നത് ഓൾമോസ്റ്റ് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ. അപ്പോൾ തന്നെ നമുക്ക് അത്രയും ലാഭം കിട്ടിയില്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് സൈഡ് ഇൻകം ഇപ്പോൾ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഇൻട്രാഡേ ട്രേഡിംഗ് അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. ഇൻട്രാഡേ ഞങ്ങൾക്ക് ഭയങ്കര റിസ്ക്കിയാണ്. അപ്പോൾ അത് അറിയണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് നമുക്ക് ആക്ച്വലി ഇതിൻ്റെ കുറേ ഗുണങ്ങൾ. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ മെയിൻ ചാനൽ ഇട്ടണം ഞാൻ ഉപയോഗിച്ച ആപ്പുകളൊക്കെ ഒന്ന് പറഞ്ഞുതരാം. ഞാൻ മ്യൂച്വൽ ഫണ്ടും അതുപോലെ തന്നെ ഇതിലൊക്കെ ഉപയോഗിക്കുന്ന ആപ്പുകൾ എന്ന് പറയുന്നത് മെയിനായിട്ട് ഇൻഡ്യമണി ഉപയോഗിക്കുന്നുണ്ട്, ഗ്രോ ഉപയോഗിക്കുന്നുണ്ട്, ഏഞ്ചൽ വൺ ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ ഏതാ ഉണ്ടായിരുന്നല്ലോ ബ്ലാക്ക് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ക്ലിയർ ടാക്സുകാരാണ് ബ്ലാക്ക്, അത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഞാൻ കാണിച്ചാൽ അത് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് അത് കുറേ നോട്ടിഫിക്കേഷൻ വന്നു കിടക്കുക. ഈ ഐഫോണിൻ്റെ കുറേ നോട്ടിഫിക്കേഷൻ സിസ്റ്റം. ഇതാ ഇത് നമ്മുടെ ഇൻഡ്യമണിയാണ്. ഇത് ഗ്രോ ഉണ്ട്, നമുക്ക് സ്മോൾ കേസും ഉണ്ട്. ഞാൻ പറയാൻ പറഞ്ഞു സ്മോൾ കേസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്കിതാ വെസ്റ്റഡ് ഉണ്ട്. വെസ്റ്റഡ് നമ്മുടെ US സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. മൊഡ്രക്സ് നമ്മുടെ ക്രിപ്റ്റോ കറൻസി ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ ബാക്കി ഏതാ ഇനിയിപ്പോൾ ഇങ്ങോട്ട് പോകാം നമുക്ക്. ഇതാ ബ്ലാക്ക് ഉണ്ട്. ബ്ലാക്ക് ക്ലിയർ ടാക്സിൻ്റെയും മ്യൂച്വൽ ഫണ്ടിൻ്റെയൊക്കെ ആണ്. പിന്നെ നമുക്ക് HDFC മ്യൂച്വൽ ഫണ്ട് ഡയറക്റ്റ് ആപ്പ് ഉപയോഗിക്കുന്നുണ്ട്, മൈ ക്യാംപ്സ് ഉപയോഗിക്കുന്നുണ്ട്, DSP മ്യൂച്വൽ ഫണ്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇന്നും ഉണ്ടായിരുന്നല്ലോ തന്നെ ഉള്ളതുണ്ട്. ഇതൊക്കെ തന്നെ ഉള്ളൂ. എല്ലാം ഓൾമോസ്റ്റ് എല്ലാം ആയും തോന്നുന്നുണ്ട്. ഏഞ്ചൽ വൺ ഉപയോഗിക്കുന്നുണ്ട്. ഏഞ്ചൽ വൺ നിങ്ങൾ മോള് കണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ലിങ്ക് ഇതിൻ്റെ റെഫറൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഡയറക്റ്റ് പോയിട്ട് എടുക്കാം. അപ്പോൾ ഇതിൽ ഞാൻ ആക്ച്വലി നോക്കുകയാണെങ്കിൽ ഗ്രോയിലും ഇൻഡ്യമണിയിലാണ് മെയിനായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഗ്രോയിൽ നമ്മൾ നമ്മുടെ എന്താ പറയുക ടാക്സ് സേവിങ് ഫണ്ടിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മെയിനായിട്ട്. ബാക്കിയുള്ളതൊക്കെ ഇൻഡ്യമണിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇൻഡ്യമണിയിൽ നമ്മൾ US സ്റ്റോക്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും ചെയ്യുന്നുണ്ട്. എന്താ വെച്ചാൽ നമുക്കത് മൾട്ടിപ്പിൾ ഒരു സൂപ്പർ ആപ്പ് പോലെയാണ്. നമ്മൾ എല്ലാത്തിലും സംഭവത്തിലും ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ ഞാൻ ആക്ച്വലി മ്യൂച്വൽ ഫണ്ട് ചെയ്യുന്നുണ്ട്. സ്റ്റോക്സ് ഒക്കെ ഞാനായിട്ട് മെയിനായിട്ട് ഗ്രോയിലും ഇതിലാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് ചെയ്യുന്നുണ്ട്, US സ്റ്റോക്സ് ചെയ്യുന്നുണ്ട്, മ്യൂച്വൽ ഫണ്ട് അതന്നെ എത്ര ഉള്ളൂ. ഇപ്പോൾ ആപ്പ് കുറച്ചുകൂടി അപ്ഡേറ്റ് ആയിട്ടുണ്ട്. US സ്റ്റോക്സ് ഒരാഴ്ച മുമ്പ് 2-3 ആഴ്ച മുമ്പ് ഭയങ്കര ഡൗൺ ആയതപ്പോൾ ആദ്യം കയറി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എനിക്ക് US സ്റ്റോക്സിലാണ് എനിക്കിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 14.93 റിട്ടേൺ വന്നിട്ടുണ്ട് കണ്ടു. പിന്നെ നമുക്ക് ഇത് ഞാൻ എല്ലാത്തിലും SIP വെച്ചേക്കുന്നതാണ്. നമുക്ക് ഈ ഇൻഡ്യമണിയുടെ ഗുണം എന്താ വെച്ചാൽ അറിയാം, നമുക്ക് വേണമെങ്കിൽ സ്റ്റോക്സിലും മന്ത്ലി SIP വയ്ക്കാൻ പറ്റും, മന്ത്ലി അല്ലെങ്കിൽ വീക്കിലി SIP വയ്ക്കാൻ പറ്റും. അപ്പോൾ ഞാൻ കുറച്ച് നമ്മുടെ ഇന്ത്യൻ കമ്പനീസിലത്തെ കുറച്ച് സ്മോൾ കേസ് കമ്പനികളിലൊക്കെ ഞാൻ ചെറുതായിട്ട് ഇതുപോലെ SIP വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ മാസം ചെറുതായിട്ട് ഇങ്ങനെ കയറി വരുമല്ലോ. അപ്പോൾ അത് ലോങ് ടേമിലാണ്. അപ്പോൾ ലോങ് ടേമിൽ നമുക്ക് ഭയങ്കര എമൗണ്ട് ആകുമ്പോൾ അത് നമുക്ക് ഉപകാരം ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി അത് ഏതൊക്കെ സ്റ്റോക്സുകൾ ഞാൻ പറയുന്നില്ല. എന്താ വെച്ചാൽ അത് ശരിയല്ല പറയുന്നത്, അത് സെബിയുടെ റൂളിന് അഗെയിൻസ്റ്റ് ആണ്. അപ്പോൾ അത് ഞാൻ പറയുന്നില്ല. ഞാൻ ഓൾമോസ്റ്റ് ഒരു 10-12 ഇന്ത്യൻ കമ്പനീസിലും അതുപോലെ തന്നെ 3 US സ്റ്റോക്സിലും ചെയ്യുന്നുണ്ട്. അതും പോരാണ്ട് 3 ഇന്ത്യൻ ETF-ലും അതുപോലെ തന്നെ 3 US സ്റ്റോക്സിലും US ETF-ലും ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ടെന്നുണ്ട്. ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ എല്ലാം സ്ക്രീൻഷോട്ട് കട്ട് ചെയ്തിട്ടൊക്കെ കാണിച്ചിട്ടുണ്ടെന്നുണ്ട്. പണ്ടത്തെ എൻ്റെ മെയിൻ ചാനലിലെ വീഡിയോയിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ. അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്പുകളും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റും സംഭവങ്ങളൊക്കെ. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടില്ലെങ്കിൽ എത്രയും വേഗം ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാം കേട്ടോ. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഒരു കോർപ്പസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിൽ തന്നെ ഒരു കോർപ്പസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനായിട്ട് സൈഡ് ഇൻകം ആയിട്ട് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ റിട്ടയർ ഒക്കെ ചെയ്യാൻ പറ്റും. 40-45 വയസ്സിലാണ് നമുക്ക് വേണമെങ്കിൽ റിട്ടയർ ചെയ്തിട്ട് ഇതിൽ നിന്ന് തന്നെ വിഡ്രോവൽ പ്ലാനൊക്കെ ഉപയോഗിച്ചാൽ നമുക്ക് സുഖമായിട്ട് മുന്നോട്ട് പോവാം. ടെൻഷൻ അടിക്കേണ്ടതാണ്. എന്താ പറയുക, ചാവണ വരെ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് സംഭവം. പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ എന്താ പറയുക ഫൈനാൻഷ്യൽ ഫ്രീഡം എന്നൊക്കെ പറയുന്ന ഈ സാധനം തന്നെയാണ്. ഞാൻ അതൊന്നും കുറച്ച് ലോക്കലായിട്ട് പറഞ്ഞു മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലിങ്കുകൾ ഞാൻ താഴെ കൊടുത്താൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് പോയി നോക്കട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ നമ്മുടെ 2 ചാനൽസും കാണാൻ പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ചെയ്യാൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക. എന്തായാലും സംശയം കാര്യങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് ബ്ലോഗിലാണ്. അടുത്ത വീഡിയോയിൽ കാണാം.